ഹലോ ഗൈസ്, നമ്മളുടെ ഫ്രൈഡേ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുക. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അന്ന് സ്ഥിരം നമ്മളുടെ കഴിഞ്ഞ വ്ളോഗിൽ ഇരുന്നവന്മാർ കുറച്ച് കൗണ്ട് കുറവാണെങ്കിൽ ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്, ഗോവിന്ദും നിതിനും. ഇവർ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഇവരെ പരിചയപ്പെടുത്തിയ കൂടുതൽ അവരെ പരിചയപ്പെടുത്തി കുളവാക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അവിടെ നമ്മൾ ചീട്ടൊക്കെ കളിക്കണം എന്നൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ക്ലാസ്സിൽ ചെന്നിട്ട് നോക്കാം. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പറ, എന്തായാലും പറഞ്ഞോണ്ടി. ഇവിടെ ഒരാൾ ഇരിപ്പില്ല, പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചിട്ടാണ്. അവിടെ ആളില്ല, അതിനപ്പുറത്തിരിക്കുന്നവനും ഇല്ല, ഇവിടെ ആരുമില്ല. ആദിനും വിപിനും ഭയങ്കര നോട്ടേഴ്സാണ്. ഒരു പ്രോഗ്രാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോട്ട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം നമ്മാരെ എഴുതിക്കോട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. ഇവിടെ യുനോ വിളിക്കുവാണ്. ശിവേന്ദു വീഡിയോ എടുക്കും. നമുക്ക് ശിവേന്ദുവിൻ്റെ ഒരു ഫോൺ കൊടുക്കാം, ബാക്കി വിഷ്വൽസ് എല്ലാം അവളെടുക്കും. നമുക്ക് യുനോ കളിക്കും. എടുത്തില്ല, നമുക്ക് ഇത്രയും കാർഡാണുള്ളത്. അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന കാർഡ് ഇത് രണ്ടും. ഇത് നമ്മളെന്തായാലും ഈ കളി ജയിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും 4 കാർഡ് കിട്ടിയിട്ടുണ്ട്. കയ്യിലുള്ള കാർഡ് ശരി കാണിക്കണം. റിച്ചുവിന്റെ കൊടുത്താലോ? ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് റിച്ചുവിന്റെ കൊടുത്താലോ? ഏതാ? അഖില എന്തി? അഖില എടാ ഇത് ഫുള്ള് വേണോ? അസൈൻമെന്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് ഇവരെ നമുക്ക് യുനോ കളിക്കാം. ഇതിനൊക്കെ കാഞ്ഞു കുത്തിയിരുന്ന് എഴുതുവാണ്. വീട്ടിലെന്തായിരുന്നു പണി? ഇന്നലെ എന്തായിരുന്നു പണി? എടാ അതിൽ എന്തായിരുന്നടാ ഇന്നലെ എൻ്റെ പണി? ഇന്നലെ എന്താ നോട്ട് എഴുതാൻ? നിങ്ങൾ രണ്ടാളും എന്താ ഇന്നലെ നോട്ട് എഴുതാൻ? ഞാൻ ബുക്ക് എടുത്തില്ല. ഇവർ രണ്ടാലും ഇത് നോട്ട് എഴുതാതെ വന്നേന്. പ്രോഗ്രാം എഴുതണം, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് തോറ്റിരിക്കുവാണ്. ആദ്യം എന്തെങ്കിലും പറയണം. പറയാന്തരും എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരാഴ്ച? നല്ലായിരുന്നു. ഓ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ചീഫ് ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ വ്ളോഗിൽ. നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അവനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല. ഇങ്ങോട്ട് ഇതാണ് പേര് പറ. ഷാരോ. നിന്റെ മെയിൻ സാധനം പറഞ്ഞേ.
അങ്ങനെ ഇതാണ്. എവിടെയായിരുന്നു പഠിച്ചത്? ബോംബെയിലോ? ബോംബെയിലാണ് പഠിച്ചത്. അങ്ങനെ മലയാളം ഒന്നും പ്രോപ്പറായിട്ട് വരത്തില്ല. എന്നാലും നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഷീന എന്ന് പറഞ്ഞു സെറ്റിയേക്കനാണ്. എന്താ കാണിച്ചു? അന്നേരം എവിടെ വീട് എവിടെയായിരുന്നു? വീട് എവിടെയായിരുന്നു? കോന്നിലാണ്. നിന്റെ ഏതെങ്കിലും ഒരു കഥ റിവീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഏതെങ്കിലും ചെറിയൊരു വീഡിയോ സെൻസറായി. ഇവന്റെ കുറെ കഥകളൊക്കെ ഉണ്ട്. ഇവന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. മലയാളം അറിയാത്തവരെയും മലയാളം പറയുമ്പോൾ നല്ല രസമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. ഇവിടെ വീഡിയോകളുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും ചീട്ട് വരും. ചീട്ടില്ലേ? സ്നേഹ ചീട്ട് കൊണ്ടുവന്നില്ലേ? അത് നമുക്ക് സ്നേഹം കളിക്കാം ഇല്ലേ? സ്നേഹക്ക് പനിയാണ്. പനിയെന്ന് പറ. മാളവിക, പിന്നെ അപ്പുറത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കോള് വരും. പ്രവീണ, അമല്, ആകാശ്, ദേവി. റിച്ചുവിനെ കാണിച്ചു. റിച്ചു, അഫീഫ്, ആൽഫിയ, എല്ലാരും അവിടെ ഇരിപ്പുണ്ട്. എല്ലാരും കുറെ തിരക്ക്. അതുകൊണ്ടാണ് ഇന്ന് ആരും ഇങ്ങനെ ഇൻവോൾവ് ആകാത്ത. പിന്നെ പലർക്കും ക്യാമറയുടെ മുമ്പിൽ ഒരു പേടിയൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഗ്രാജുവലി അതൊക്കെ അങ്ങ് മാറി വരുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെ പനിയുണ്ടോ? സ്നേഹയ്ക്ക് പനിയാന്നാണ് പറയുന്നത്. എന്നാലും വായിന്ന് വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. 3 ദിവസം എല്ലാം വരുന്നുണ്ട്. ബൈ ഗൈസ്. നമ്മളുടെ വെള്ളിയാഴ്ചത്തെ സീരീസിന്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. ഇന്ന് കോളേജൊക്കെ വിട്ടിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്ത്. അവിടെ നിന്നാണ് ബസ് വരുന്നത്. ഗ്രൗണ്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ജെറിൻ്റെ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത്. ഷർഫുദ്ദീൻ്റെ ഫോൺ ഡെഡായി. ആദ്യമേ ഉച്ചയ്ക്കത്തെ വിഷ്വൽസ് എല്ലാം എടുത്തത് അതിനകത്തായിരുന്നു. എല്ലാവരും കട്ട പോസ്റ്റാണ്. 5 മണിക്കാണ് ഇന്ന് ബസ് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേരാണ്. നമുക്ക് ഹാഫീസിനെ കാണാം. ഇതൊക്കെ നമ്മുടെ ജൂനിയേഴ്സാണ്. വാടാ ഹാഫീസ്. ഹാഫീസ് വാ. ഹാഫീസ്, ആസിമ്, റിച്ചുബായ്, പിന്നെ അയ്യോ അത് സൂര്യൻ ആരാ പാത്തിരിക്കുന്നു? അതാണ് അവിടെ പാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതാണ് നമ്മുടെ ക്ലാസ്. ഇവിടെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നമ്മുടെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ലാബ്. ഇതാണ് നമ്മുടെ ലൈബ്രറി. ഇപ്പോൾ ലൈബ്രറിയൊക്കെ അടച്ച് എൻ്റെ ഇവിടെ എന്താ ഒരാളെ സൈഡിലോട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? നല്ലതായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നേ ഉള്ളായിരുന്നു. ശരിക്കും ബോറടി ഇല്ലായിരുന്നു. ഇന്ന് പെട്ടെന്ന് ടൈം പോയില്ലേ? ഇവിടെ നോക്കി. ഇവിടെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു. ഫുള്ള് കട്ട പോസ്റ്റ്. ഫ്രണ്ട് ബെഞ്ചിൽ എന്തിനാ ഇരുന്നേ? ഇവൻ ഫ്രണ്ട് ബെഞ്ചിൽ എന്തിനാ ഇരുന്നേന്നറിയോ? നിങ്ങൾക്കറിയോ? ഇവൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ ഒരു കാരണമുണ്ട്. റിച്ചുബായുടെ ഹോസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ PUBG ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിബിനുമായിട്ട് ഒരു 1v1 കളിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച്. ഇത് പ്ലേ അല്ലേ? 1v1 കളിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പോവല്ലേ, ഇങ്ങോട്ട് വാ. ആശിം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? പറഞ്ഞോളാം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമ്മുടെ ക്ലാസ് റെപ്പ് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് റെപ്പ് അവരെ പരിചയപ്പെടുത്തുക. നമ്മളുടെ
CS മെക്കാനിക്കലും പഠിക്കുന്ന പിള്ളേരാണ്. പേര് നമ്മളെ സെറ്റ് പിള്ളേരാണ്. നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇപ്പം നമ്മൾ കയറി പരിചയപ്പെടാൻ. എടാ നിനക്ക് ധൈര്യമുണ്ടോ അവരോട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഒന്നും ചോദിക്കില്ല? വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു ഡെയർ പറയുക പോയിട്ട് ചെന്ന് ചോദിക്കണ്ടേ? അതാണ് നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേർ. ആരൊക്കെ? സൂര്യ, ദേവിക, സ്നേഹ എല്ലാവരും ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഓ ഇതാ നമ്മുടെ ടീച്ചേഴ്സ്. HOD ഒക്കെ സ്റ്റാഫ് റൂം ഇവിടെയാണ് വരുന്നത്. ടീച്ചർ എന്തോ എടുക്കുവാണ്. റിൻ്റെ ഇന്ന് എന്താ പറ്റിയിടാ ഇന്ന് പോകാൻ ബസ്സിൽ? 5 മണിക്കേ ഉള്ളൂ ബസ്. അതുകൊണ്ട് ഡൂളി അതുകൊണ്ട് എന്താ ബസ്സിന് പോകാഞ്ഞാന്ന് ചോദിച്ചത്. 5 മണിക്ക് വരെ ഉള്ളൂ ബസ്. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ ലൈൻ ബസ്സിൽ പോകേണ്ടി വരും. 10,000 രൂപ എടുത്ത് ഫീസ് അടിക്കുന്നതിനേക്കായി നല്ലത് ലൈൻ ബസ്സിന് പോകുന്നതിനേക്കായി നല്ലത് മറ്റേതിന് പോകുന്നതിന്റെ ഏറ്റവും പറ്റും. 10 രൂപ വെറുതെ കളയല്ലേ? അല്ല എനിക്ക് 3 ബസ് കയറേണ്ടി. സമയമാണോ പൈസയാണോ വലുത്? രണ്ടും വലുതാണ്. നീ പറ, സമയമാണോ പൈസയാണോ? പൈസ മൂല്യം. പൈസ രണ്ട് പറ. സമയമാണോ പൈസയാണോ? പൈസ ഉണ്ടെങ്കിൽ സമയത്തിന് വലിയ വാല്യൂ ഇല്ല. രണ്ടിനും ന്യൂട്രൽ തന്നെയാണ്. സമയം എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ടൈമിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും സർഫിനെ എടുക്കാം. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ടൈമിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോർ ഏണിങ്സ് നമുക്ക് കിട്ടാൻ. എന്താണ് ഇങ്ങോട്ട് വാ. അവന്റെ പേരെന്തോ? കാർത്തിക്. നമ്മുടെ ഒരു ജൂനിയർ വരുന്നുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. നമുക്ക് അവനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ചെയ്യും. ഇന്നെങ്ങനെയായിരുന്നു ക്ലാസ്? എങ്ങനെയുണ്ടോ? രണ്ട് യൂണിറ്റ്. ഇന്ന് എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു? എല്ലാ സബ്ജക്റ്റും. എവിടെ നേരത്തെ പഠിച്ചൂടെ? ആ ബസ് ഒന്ന് പോട്ടെ. താങ്ക് യു. പാവൻ ചെക്കനാണ്, ക്ലാസ്സിലെ പഠിപ്പിയാണ്. അമൃത വിദ്യാലയത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. അവൻ്റെ ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്നതൊക്കെ. റിച്ചു മറിയം വിളിക്കുന്നു. ജെറിന് എന്തായാലും ഒരു കോള് വരുന്നുണ്ട്. ഓരോരോ ബസ്സുകളായിട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ബൈ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം.